വളരെ നാളുകൾക്ക് ശേഷം ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റി. രേഖാചിത്രം. ഡയറക്റ്റഡ് ബൈ ജോഫിൻ ടി ചാക്കോ. ആക്റ്റഡ് ബൈ നമ്മുടെ ആസിഫ് ഖാൻ. ആസിഫ് ഖയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാം തന്നെ നല്ല സെലക്ഷൻ ആയിരുന്നു. നല്ല സ്ക്രിപ്റ്റ് നോക്കി പുള്ളി സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്തിറങ്ങിയിട്ടുള്ള യൂണിഫോം ഇട്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഒരു പ്രസരിപ്പോടുകൂടി നല്ലൊരു ഊർജത്തോടു കൂടിയൊക്കെ ചെയ്യുന്ന എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതായത് എപ്പോഴും ഇങ്ങനെ ചാടിത്തുള്ളി നിന്ന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന പല ക്യാരക്ടേഴ്സും പുള്ളി ചെയ്തു. എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിനിമയാണ് രേഖാചിത്രവും. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് മെയിൻ വേറൊരു പുള്ളിയുണ്ട്, അനശ്വര രാജൻ. വന്ന സമയത്തൊന്നും വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ ആളുകൾ നോക്കിക്കണ്ടിരുന്ന ആളായിരുന്നു. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ഈ കുട്ടി വരുന്ന സമയത്തൊന്നും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നേര് എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിക്കാരി അഭിനയിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്ത് നല്ല പ്രസൻറ്റേഷനാണ്. കണ്ണ് കാണാത്തതായിട്ട് നല്ല പക്കയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരിൽ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലായാലും ആ കുട്ടിയുടെ ക്യാരക്ടർ വളരെ എക്സ്പ്രസീവാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ പൈപ്പ് ലൈൻ, ഒരു സ്റ്റോറി കൊണ്ടുപോകാൻ ഇവരെല്ലാവരും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെ സാധിച്ചിട്ടുണ്ട്. റിസൾട്ട് ഉണ്ട് എന്ന് പറയണം. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. വളരെ നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്കിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് ആക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു എബ്രഹാം ഓസ്ലർ അതിലുള്ള ആ ഒരു ഫ്ലാഷ് ബാക്കിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് പോലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിലും ഉണ്ട്. അത് നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ കുറച്ച് നേരമൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അതുപോലെ തന്നെ സസ്പെൻസ് തന്നെയാണ്. കുറച്ച് വടി ഒരു ലാഗ് തോന്നി. ലാഗ് അതിന് വേണ്ടത് തന്നെയാണ്. അതായത് ഒരു പോലീസ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കുമോ അവർക്ക് ഫീൽ ചെയ്യുക, അതുപോലെ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുക, എങ്ങനെയാണോ എൻവറോൺമെൻറ്റിന് ഫീൽ ചെയ്യുക, ആ ഒരു സ്പീഡിലാണ് സാധനം പോകുന്നത്. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് പോവുക അങ്ങനെയുള്ള ലെവലല്ല. ഓരോ സാധനങ്ങളും വരുന്നു, ഒരെണ്ണം കണ്ടുപിടിക്കുന്നു, സ്ട്രക്കാവുന്നു, എവിടെയൊക്കെ പാളുന്നു, അങ്ങനെയുള്ളൊരു സംഭവം. ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക ക്രൈം ത്രില്ലേഴ്സും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് എല്ലാം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ആളുകൾ എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത്. മൂവി ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല കളക്ഷൻ വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മുതൽ മുടക്കൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഈ ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സാധനം ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഓഡിയൻസ് ചേഞ്ച് ആവുന്നു. ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് ചേഞ്ച് ആവുന്നു. ആദ്യമൊക്കെ ഈ ലാഗാണെന്നൊക്കെ പറഞ്ഞ് തള്ളി പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ അതിൽ പല ആളുകൾ തന്നെ എന്ന് പറയുകയാണ്, ആ ഒരു സ്പീഡ് ഇത്രേ പാടുള്ളൂ, അതാണ് അതിന് ഭംഗി എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് സിനിമ നന്നായിരിക്കണം, അല്ലാതെ ലാഗുമായി അപരാധം പടച്ചു വിട്ടിട്ട് കാര്യമില്ല. അങ്ങനെയും കുറേ പേരുണ്ട്. സിനിമ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞ് സിനിമ ഇറക്കുന്ന ആളുകളുണ്ട്. അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നല്ല മൂവിയാണെങ്കിൽ, അത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ക്രൈം ത്രില്ലർ ഇതേപോലെയുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ സ്ലോ ആയിട്ട് തോന്നും. അത് തോന്നേണ്ടത് തന്നെയാണ്. വലിയൊരു ബോറായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത്തിരി പതുക്കെ പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം എടുത്തു പറയണമല്ലോ. അതുപോലെ എല്ലാ ആക്ടേഴ്സും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആസിഫൊക്കെ ഇപ്പോൾ യൂണിഫോം ഇട്ടിട്ട് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ നല്ല പൊള്ളിയായിട്ടാണ് ചെയ്യുന്നത്. അതിപ്പോൾ പോലീസിൻ്റെ ക്യാരക്ടറായാലും ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്യാരക്ടറായാലും എല്ലാം പുള്ളി നല്ല രീതിക്ക് തന്നെ ചെയ്തു വയ്ക്കുന്നുണ്ട്. ഈ ഒരു യൂണിഫോം ക്യാരക്ടേഴ്സ് പുള്ളിയെ തേടി വന്നു തുടങ്ങിയെന്ന് വേണം പറയാൻ. രേഖാചിത്രം പേര് പോലെ തന്നെ വളരെ കണക്റ്റഡ് ആണ്. സ്റ്റോറിയായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായാലും എല്ലാവരും പോയി കാണുക, അത്രേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നല്ലൊരു മൂവിയാണ്, നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റും. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ ക്രൈം ത്രില്ലേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും കാണാൻ പറ്റിയൊരു മൂവിയാണ്. നഷ്ടമാവില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ള പടമാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി മാറിത്തുടങ്ങി. അത്യാവശ്യം നല്ല സിനിമകൾ കണ്ടിന്യൂസ് ആയി ഇറങ്ങി തുടങ്ങി എന്ന് വേണം പറയാൻ. ഓക്കെ,
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.